സംപൂജ്യരായ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കുടുംബാംഗങ്ങൾക്കും ബന്ധുജനങ്ങൾക്കും ഈ സന്ദേശം ലോകം മുഴുവനും ഷെയർ ചെയ്യുന്ന ഈ രാഷ്ട്രത്തിൻ്റെ പ്രിയ പുത്രന്മാർക്കും പുത്രിമാർക്കും എൻ്റെ സുപ്രഭാത വന്ദനം. വളരെ വളരെ ധന്യമായ ഒരു ദിവസം. നമ്മൾ ഇംഗ്ലീഷിൽ പറയാറില്ലേ, ഹാവ് എ ഗുഡ് ഡേ. നല്ലൊരു ദിവസം. എത്രത്തോളം എന്തെല്ലാം രാഷ്ട്രത്തിന് വേണ്ടി ആർക്കെല്ലാം എങ്ങനെയെല്ലാം എപ്പോഴെല്ലാം ചെയ്യാൻ പറ്റുമോ അത് മാത്രമായിരിക്കണം നമ്മളുടെ സ്പെയർ ടൈം വർക്ക്. ജീവിതത്തിലെ വർക്കിംഗ് ഡേയിൽ ധാരാളം ഉത്തരവാദിത്വങ്ങൾ നിങ്ങൾക്കുണ്ടാവും. നമ്മളുടെ ഓഫീസിലെ വർക്കിനിടയ്ക്കും സ്പെയർ ടൈം കിട്ടിയെന്ന് വരും, കമ്പ്യൂട്ടർ ടൈം കിട്ടിയെന്ന് വരും, ആരോടെങ്കിലും മൊബൈൽ ഫോണിലൊക്കെ സംസാരിക്കുമ്പോൾ മെസ്സേജ് കൊടുക്കാൻ സാധിച്ചു എന്ന് വരും, പലപ്പോഴും ലിങ്ക് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാൻ സാധിച്ചു എന്ന് വരും. അങ്ങനെ ധാരാളം കർമ്മങ്ങൾ നമ്മളുടെ രാഷ്ട്രത്തിന് വേണ്ടി, നമ്മുടെ സംസ്കാരത്തിന് വേണ്ടി നമ്മൾ ചെയ്യുക, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുക, നമ്മൾ ചെയ്യുക, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുക. ഇനി നമ്മുടെ ധർമാചാര്യന്മാർക്ക് ഒരു ചെറിയ സന്ദേശം, അത് നിങ്ങൾക്കുമുള്ള സന്ദേശമാണ്. ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്ന വേദമന്ത്രങ്ങളിൽ, അതായത് 1-ാമത്തെ മണ്ഡലത്തിലെ 22-ാമത്തെ സൂക്തത്തിൽ 11 മുതൽക്കുള്ള റിക്കുകൾ. 22-ാമത്തെ സൂക്തം, 1-ാമത്തെ മണ്ഡലം, അതൊന്നും ഓർത്തിരിക്കേണ്ട. 11 മുതൽക്കുള്ള റിക്കുകൾ അത്രയും സ്ത്രീകളുടെ പ്രാധാന്യമാണ്. ദേവന്മാരുടെ അല്ല, ദേവതമാരുടെ, ദേവപത്നിമാരുടെ, ആചാര്യന്മാരുടെ പത്നിമാരുടെ, യാഗകർമ്മങ്ങൾ നടത്തുന്ന യജമാനന്റെ പത്നിയുടെ, വേദമന്ത്രങ്ങൾ ചൊല്ലുന്നവരുടെ ധർമ്മപത്നിമാരുടെ സ്ത്രീ ശക്തിയെ കുറിച്ചിട്ടാണ്. ലോകത്തിൽ 9 മതങ്ങളുള്ളതിൽ ലോകത്തിൽ ആദ്യം രചിക്കപ്പെട്ട ഗ്രന്ഥം ഋഗ്വേദമാണ്. ആദ്യം രചിക്കപ്പെട്ടത് അത് ഭാരതത്തിൻ്റെ അടിസ്ഥാനമാണ്. മിനിഞ്ഞാന്ന് മൻ കി ബാത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി 3 ശാന്തിയെക്കുറിച്ച് പറയുകയുണ്ടായി. ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ്, കോസ്മിക് ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ്, സോഷ്യൽ കോൺഷ്യസ്നെസ്, കോസ്മിക് കോൺഷ്യസ്നെസ്. അതാണ് ഓം ശാന്തി ശാന്തി ശാന്തി. ഇൻഡിവിജ്വൽ, സോഷ്യൽ, കോസ്മിക്. ആധ്യാത്മിക ശാന്തി, അതിദേവതാ ശാന്തി, അതിഭൗതിക ശാന്തി. ആധ്യാത്മികം, അതിഭൗതികം, അതിദേവത. അതിൽ അതിപ്രാചീന കാലം മുതൽക്ക് സ്ത്രീകൾക്ക് ഭാരതം എത്ര പ്രാധാന്യം കൊടുത്തിരുന്നു എന്ന് ചിന്തിക്കുക. മറ്റ് മതങ്ങളിൽ അത് തീർച്ചയായിട്ടും എടുത്തു പറയണം. മറ്റ് മതങ്ങളിൽ സ്ത്രീകളെ എങ്ങനെയാണ് കാണുന്നത്, അവഹേളിക്കുന്നത്, കൊല്ലുന്നത്, ഉപയോഗിക്കുന്നത്, തകർക്കുന്നത് എന്നുള്ളത് നോക്കാം. എല്ലാ പുരുഷന്മാരും ഉണ്ടായത് സ്ത്രീകളിൽ നിന്നാണല്ലോ. എന്നിട്ട് ഇനിയുള്ള വേദവരികൾ ധർമാചാര്യന്മാർ പറഞ്ഞു കൊടുക്കണം മറ്റുള്ളവർക്ക്. നമ്മളെപ്പോൾ എല്ലാവരും ധർമാചാര്യന്മാരാണ്. ഇപ്പോൾ നമ്മൾ ധർമ്മത്തിനെ സയന്റിഫിക്കലി, ലോജിക്കലി, റാഷണലി പറഞ്ഞു കൊടുക്കാൻ പ്രതിജ്ഞാബദ്ധരായവരാണ് നമ്മൾ. ഇനി നമുക്ക് 1-ാമത്തെ മണ്ഡലത്തിലെ 22-ാമത്തെ സൂക്തത്തിലെ 11-ാമത്തെ റിക്ക് മുതൽക്ക് പോകാം. അഭിനോ ദേവീരവസാമഹ ശർമ്മണ നൃപത്നീ അച്ഛിന്നപത്രാ സജന്താം. ഒരിക്കലും ചിറക് കഴച്ച്, ഫെറ്റിഗ് വന്നിട്ട് ചിറക് കഴച്ച് പോകാത്ത, പക്ഷിരൂപത്തിലുള്ള, കേടുപാടുകൾ സംഭവിക്കാത്ത വാഹനത്തോടു കൂടിയ ആ വാഹനത്തിൽ ഞങ്ങളിതാ മനുഷ്യരെ സംരക്ഷിക്കുന്നവരായ ദേവപത്നികൾ, ദേവീ നൃപത്നി, ദേവപത്നികൾ, ദിവ്യശക്തിയുള്ള സ്ത്രീരത്നങ്ങൾ, ഗവേഷണാദി കർമ്മങ്ങളിൽ, കുശലകർമ്മങ്ങളിൽ സമർത്ഥരായ വിദ്വാൻമാരുടെ പത്നിമാര്,
ദിവ്യശക്തിയുള്ള രാജസേന എന്ന രാഷ്ട്രത്തെ സംരക്ഷിക്കുന്ന സ്ത്രീകള് മഹത്തായ നന്മ കൊണ്ടും ഐശ്വര്യവും സുഖവും കൊണ്ടും രക്ഷണം കൊണ്ടും പാലനം കൊണ്ടും ഞങ്ങൾക്ക് അഭിമുഖ്യത്തോടുകൂടി താല്പര്യത്തോടുകൂടി സേവനം തരട്ടെ. അവർ ഞങ്ങൾക്ക് അനുഗ്രഹം തരട്ടെ. സന്തോഷത്തോടുകൂടി അവർ ചിറക് പോകാത്തതായ, ഒരു തരത്തിലും ന്യൂനതകളില്ലാത്തതായ വാഹനത്തില് വന്ന് ഞങ്ങൾക്ക് അനുഗ്രഹം തരട്ടെ. ഞങ്ങൾക്ക് ഒത്തുചേരാനുള്ള അവസരം തരട്ടെ. ഞങ്ങൾക്ക് തുണയാകട്ടെ. അല്ലയോ മാനവരെ, എപ്രകാരമാണോ ഞങ്ങൾ ഈ വ്യവഹാര ജീവിതത്തിൽ ഞങ്ങളുടെ ഓരോ പ്രവൃത്തിയിലും നിത്യവും അഭികാമ്യവുമായ സുഖത്തിനു വേണ്ടി, മംഗളകരമായ ജീവിതത്തിനു വേണ്ടി, യോഗക്ഷേമത്തിനു വേണ്ടി, ഐശ്വര്യപൂർണമായ ആനന്ദം പ്രദാനം ചെയ്യുന്ന ഒരു കർമ്മത്തിനു വേണ്ടി, ഓരോ കർമ്മത്തിനു വേണ്ടിയും, അമൃതബലരസ ദീപാനത്തിനു വേണ്ടിയും, അമൃതബലരസാദി പാനത്തിനു വേണ്ടിയും, ഐശ്വര്യ ലാഭത്തിനു വേണ്ടിയും സൂര്യശക്തിയെ, ഇന്ദ്രപത്നിയെ, മംഗളാദേവിയെ, വായു തുടങ്ങിയ ജലം തുടങ്ങിയ ശക്തികളെ, വരുണപത്നിയെ, അഗ്നിശക്തിയെ, ഇന്ദ്രാണി വരുണാനി അഗ്നിയായി അവരുടെ ധർമ്മപത്നിയെ, സ്ത്രീ ചൈതന്യങ്ങളെ, യോഗ്യത അനുസരിച്ച് പുരുഷന്മാർക്ക് സ്ത്രീകളെയും സ്ത്രീകൾക്ക് പുരുഷന്മാരെയും ദേവതാ സംബന്ധിയായ പത്നീപദത്തിൽ എത്തിക്കുന്നവരെ ജീവിത വിജയത്തിന് സ്വീകരിക്കുന്നതായിട്ടിരിക്കുന്നു. അപ്രകാരമുള്ള നിങ്ങൾ ഞങ്ങളെ വന്ന് അനുഗ്രഹിക്കുവിൻ, നന്മകൾ പ്രദാനം ചെയ്യുവിൻ. മഹീദ്യൗ പൃഥിവീചന ഇമം യജ്ഞം മേമിക്ഷതാം വിവ്രതാന്നോ ഭരീമഭേ. ഉപദേശം കൊടുക്കുകയും ഉപദേശം സ്വീകരിക്കുകയും ചെയ്യുന്ന അല്ലയോ ധർമ്മബോധമുള്ള മനുഷ്യരെ, വളരെ ഗുണയുക്തമായ ശ്രേഷ്ഠമായ സ്വർലോക ദേവതയും ഒളിമിന്നുന്ന മിന്നലും വിശാലമായ ആകാശവും സൂര്യൻ തുടങ്ങിയ പ്രപഞ്ച ചൈതന്യങ്ങളും ഭൂലോക ദേവതയും സ്വയം പ്രകാശമില്ലാത്ത ഭൂമി തുടങ്ങിയ ലോകങ്ങളും പാലന പോഷണങ്ങളെ കൊണ്ട് ഉൾക്കൊള്ളുക, അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുക, ആകർഷിക്കുക തുടങ്ങിയ ഗുണങ്ങളെ കൊണ്ട് ഞങ്ങളുടെ ഈ ആത്മീക കർമ്മം, ഗവേഷണ കർമ്മം, ശില്പവിദ്യ, പ്രജാപാലന പോഷണ യജ്ഞകർമ്മം, രാജ്യതന്ത്രം ഞങ്ങൾക്ക് സുഖദായകങ്ങളായ കാര്യങ്ങളുടെ സിദ്ധിക്കു വേണ്ടി ഉതകട്ടെ. പ്രജാ സംരക്ഷണത്തിന് ഉതകട്ടെ. ധർമ്മബോധമുള്ളവർക്ക് ശില്പവിദ്യാമയമായ ഈ യജ്ഞത്തെ ഭൂമി ദേവിയുടെയും സ്വർലോക ദേവിയുടെയും ദിവ്യശക്തികളുടെയും ഇടിമിന്നലിൻ്റെ പ്രകാശത്തിൻ്റെയും ഊർജത്തിൻ്റെയും ഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഊർജങ്ങളുടെയും അതാത് ചൈതന്യത്തിൻ്റെയും അനുഗ്രഹരസം കൊണ്ട് പൂരിതമാക്കി ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സഫലീകൃതമാക്കി തന്നാലും ഉദ്ദിഷ്ട ബലം ഉള്ളതാക്കി തീർക്കട്ടെ. തയോരിഘൃതവത്പായോ വിപ്രാരിഹം ദിധീതിവീഹി ഗന്ധർവസ്യ ധ്രുവേ പദേ. ബുദ്ധിമാന്മാരായ മനുഷ്യരെ, ബുദ്ധിമാന്മാരായ വിദ്വാൻമാരെ, പ്രകാശമയമായ സൂര്യലോകത്തിൻ്റെയും സ്വയം പ്രകാശമില്ലാത്ത ഭൂലോകത്തിൻ്റെയും ധാരണം, ആകർഷണം തുടങ്ങിയ ഗുണങ്ങൾക്ക് വേണ്ടി ഭൂമിയെ വഹിച്ചിരിക്കുന്ന വായുലോകത്തിൻ്റെ, ആകാശലോകത്തിൻ്റെ നിശ്ചലമായ അന്തരീക്ഷ സ്ഥാനത്ത് പായുന്ന വാഹനങ്ങളിലൂടെ അതിൻ്റെ ഉപഭോഗം ആ യാത്രയിലൂടെ ആസ്വദിക്കുന്ന, ഗമനാഗമനം ചെയ്യുന്ന, സ്വർഗത്തിനും ഭൂമിക്കും അന്തരീക്ഷത്തിനും ഇടയ്ക്കുള്ള ആ പ്രദേശത്ത് പ്രശംസനീയമായ സദൃശമായ രസം, ശുദ്ധജലം, വായുപ്രവാഹം എല്ലാം ഞങ്ങൾക്ക് ആനന്ദിക്കുവാനും സന്തോഷിക്കുവാനും നാനാകർമ്മങ്ങൾക്ക് ഉപയോഗിക്കുവാനുമായി ലഭ്യമാകട്ടെ. അതിന് ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.
സ്യോനാ പൃഥിവീ ഭവാനൃക്ഷരാ നിവേശാനി യച്ചാന ശർമ്മ സപ്രധാഹ. അല്ലയോ വിസ്താരയുക്തമായ ഭൂമി ദേവി, ഭൂമി സ്വരൂപിണി, പരമസുഖം പ്രദാനം ചെയ്യുന്നതായ ഭൂമി ദേവി, ദുഃഖമോ വേദനയോ പ്രദാനം ചെയ്യാത്തതായ, കാലിൽ തറയ്ക്കുന്ന കല്ലും മുള്ളും ഇല്ലാത്തതായ, വാസസ്ഥലമാക്കാൻ യോഗ്യമായ നിലയിൽ അല്ലയോ ഭൂമി ദേവി നിങ്ങളായിത്തീരുക. ഞങ്ങൾക്ക് വാസയോഗ്യമായ പ്രദേശങ്ങൾ നൽകുക, ഞങ്ങൾക്ക് വിസ്താരയുക്തമായ പ്രദേശങ്ങൾ നൽകുക, സുഖകരമായ പദാർത്ഥങ്ങളോട് കൂടിയ വാസസ്ഥലം ഞങ്ങൾക്ക് നൽകുക, ശ്രേഷ്ഠമായ ആനന്ദത്തെ പ്രദാനം ചെയ്യുക, സസുഖം വാഴാനുള്ള വീടിനെ, ഗ്രഹത്തെ പ്രദാനം ചെയ്യുക, രാത്രിയിൽ ശരണം പ്രാപിക്കാനുള്ള വീടിനെ പ്രദാനം ചെയ്യുക, ഞങ്ങൾക്ക് എല്ലാ നന്മകളും ആ ഗ്രഹത്തിൽ പ്രദാനം ചെയ്യുക. അതോ ദേവന്തോ നോയതോ വിഷ്ണുർ വിചക്രമേ പൃഥിവ്യാ സപ്തധാമാഭിഹി. എപ്പോഴും വിരാജിക്കുന്ന നിത്യമായ കാരണത്തിൽ നിന്നും, അനാദിയായ തത്വത്തിൽ നിന്നും, ഈ പ്രപഞ്ചത്തിൽ വ്യാപിച്ചിരിക്കുന്ന ചരാചരത്തിൽ അന്തർഗതമായിരിക്കുന്ന ജഗദീശ്വരൻ, എപ്പോഴും വിരാജിക്കുന്ന നിത്യമായ ജഗദീശ്വര ചൈതന്യത്തിൽ നിന്നും, എല്ലാത്തിനും കാരണമായ ജഗദീശ്വര ചൈതന്യത്തിൽ നിന്നും, അനാദിയായ തത്വത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ജഗദീശ്വര ചൈതന്യത്തിൽ നിന്നും, ഈ പ്രപഞ്ചത്തിൽ വ്യാപിച്ചിരിക്കുന്ന ജഗദീശ്വര ചൈതന്യത്തിൽ നിന്നും, ചരാചരത്തിൽ അന്തർഗതമായിരിക്കുന്ന ജഗദീശ്വര ചൈതന്യത്തിൽ നിന്നും, ഹേ പരമേശ്വര, ഭൂമി തുടങ്ങിയവയുടെ അഗ്നി, ജലം, വായു, വിരാട്, പരമാണു എന്നിങ്ങനെയുള്ള എല്ലാ പദാർത്ഥങ്ങളെ കൊണ്ടും സമസ്തമായതിനെയും ഗായത്രിയാദി ഛന്ദസ്സുകളാകുന്ന 7 ശബ്ദോപകരണങ്ങൾ കൊണ്ട് സൃഷ്ടിക്കുന്ന ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദേവന്മാർ, മേൽപ്പറഞ്ഞ കാര്യങ്ങൾ അറിയാവുന്ന വിദ്വാൻമാർ, പ്രകൃതിയുടെ വികാരങ്ങളായ പൃഥ്വി തുടങ്ങിയവയുടെ ദിവ്യങ്ങളായ തത്വങ്ങൾ, കാര്യവിവരമില്ലാത്ത, അറിവ് കുറഞ്ഞ ഞങ്ങളെ, സപ്രശ്രയം ആശ്രയിക്കുന്ന ഞങ്ങളെ, നിങ്ങളെ വന്ദിച്ചുകൊണ്ട് ആശ്രയിക്കുന്ന ഞങ്ങളെ, വിജ്ഞാന പ്രദാനത്തിലൂടെ അജ്ഞാനാന്ധകാരം നീക്കി ഞങ്ങൾക്ക് പ്രകാശം ചൊരിയട്ടെ. ഇദം വിഷ്ണുർവിചക്രമേ ത്രേതാ നിധാതേ പദം സമൂളമസ്യ പാംസുരേ. എല്ലാ പൂജകൾക്കും ഈശ്വരീയ കർമ്മങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒരു റിക്കാണ് ഇത്. ഇദം വിഷ്ണുർവിചക്രമേ ത്രേതാ നിധാതേ പദം സമൂളമസ്യ പാംസുരേ. സർവവ്യാപകനായ ഈശ്വര, ത്രിവിക്രമ ധാരിരൂപമായ മഹാവിഷ്ണു ഈ പ്രപഞ്ചത്തെ, ഈ ബ്രഹ്മാണ്ടത്തെ ഒരു പ്രത്യേക തരത്തിൽ അളന്ന് ഭൂമി, ആകാശം, സ്വർഗം എന്നിങ്ങനെയുള്ള രീതിയിൽ പ്രജകളുടെ ഉത്തമ ശരീരഭാഗം, വിദ്യാരൂപമായ ധനം, പ്രീതിജനകമായ ആനന്ദം ഇങ്ങനെയുള്ള 3 വിഷ്ണുപദങ്ങളായ നിലയിൽ തൻ്റെ തൃപ്പാദങ്ങളെ വെച്ചു. ഭൂമി, ആകാശം, സ്വർഗം എന്നിങ്ങനെയുള്ള രീതിയിൽ പ്രജകളുടെ ഉത്തമ ശരീരഭാഗം, വിദ്യാരൂപമായ ധനം, പ്രീതിജനകമായ ആനന്ദം ഇങ്ങനെയുള്ള 3 വിഷ്ണുപദങ്ങളായ നിലയിൽ തൻ്റെ തൃപ്പാദങ്ങളെ വെച്ചു. ഭൂമി, ആകാശം, സ്വർഗം എന്ന് 3 തരത്തിലുള്ളതിൻ്റെ പൊടിപൂരിതമായ പാദത്തിൻ്റെ സ്ഥാനത്താണ് ഈ ഭൂമി അന്തർഭവിച്ചിരിക്കുന്നത്. വിജ്ഞാന ജ്യോതിസ് നിറഞ്ഞിരിക്കുന്ന ഈ ഭൂമിയെ നന്മയുടെ പ്രതീകമാക്കുക, ധർമാചരണത്തിൻ്റെ വാസയോഗ്യമുള്ള സ്ഥലമാക്കി മാറ്റുക. ത്രീണി പദാ വിചക്രമേ വിഷ്ണുർഗോപ അദാഭ്യഹം അതോ ധർമാണി ധാരയൻ. ആരാലും ഹിംസിക്കപ്പെടാൻ പറ്റാത്തതായ, ഉപദ്രവിക്കാൻ പറ്റാത്തതായ, ഹിംസിക്കപ്പെടാൻ പറ്റാത്തതായ, അമരമായ, ഒരിക്കലും നശിക്കാത്തതായ, നിത്യമായ, സമസ്ത ജഗത്തിനെയും രക്ഷിക്കുന്നവനായ, സർവവിജ്ഞാന സംരക്ഷകനായ, സർവവ്യാപിയായ, അന്തര്യാമിയായ ആ മഹാവിഷ്ണു സത്കർമ്മങ്ങളെ, സമസ്ത സനാതന ധർമ്മങ്ങളെ നിർവഹിക്കുന്നവനായി, വർദ്ധിപ്പിക്കുന്നവനായി, ഉൾക്കൊള്ളുന്നവനായി ഇതാ നിലകൊള്ളുന്നു.
അതുകൊണ്ട് 3 തരത്തിലുള്ള കാൽവയ്പുകളെ അറിയാനും അറിയിക്കാനും ആർജിക്കാനും യോഗ്യമായ നിലയിലുള്ള ധർമാർത്ഥ കാമങ്ങളെ, അവയെ പ്രായോഗികമാക്കുന്ന പദാർത്ഥങ്ങളെയും അവയുടെ വ്യവഹാരങ്ങളെയും വിധാനം ചെയ്ത് നാനാതരത്തിൽ ചമച്ചു. ഒരു പക്ഷേ മഹാവിഷ്ണുവിന്റെ വാമനാവതാരത്തെ കുറിച്ചായിരിക്കും ത്രീണി പദാ വിചക്രമേ ത്രേതാനിദാദേ പദം എന്നൊക്കെ പറയുന്നത് അല്ലേ. ആ 3 പദങ്ങൾ യഥാർത്ഥത്തില് വാമനാവതാരത്തെ കുറിച്ച് ഭൂലോകവും ഭൂവർലോകവും സ്വർലോകവും അളന്നു എന്ന് പറയുന്ന നല്ല രസകരമായിട്ടുള്ള വരികളാണ്. ആ മഹാവിഷ്ണുവിന്റെ വിവരണം നോക്കാം. ആരാലും ഹിംസിക്കപ്പെടാൻ പറ്റാത്തതായ, അമരമായ, ഒരിക്കലും നശിക്കാത്തതായ, നിത്യമായ, സമസ്ത ജഗത്തിനെയും രക്ഷിക്കുന്നവനായ, സർവവിജ്ഞാന സംരക്ഷകനായ, സർവവ്യാപിയായ, അന്തര്യാമിയായ ആ മഹാവിഷ്ണു സത്കർമ്മങ്ങളെ, സമസ്ത സനാതന ധർമ്മങ്ങളെ നിർവഹിക്കുന്നവനായി, വർദ്ധിപ്പിക്കുന്നവനായി, ഉൾക്കൊള്ളുന്നവനായി നിലകൊള്ളുന്നു. അതുകൊണ്ട് 3 തരത്തിലുള്ള കാൽവയ്പുകളെ അറിയാനും അറിയിക്കാനും ആർജിക്കാനും യോഗ്യമായ നിലയിലുള്ള ധർമാർത്ഥ കാമങ്ങളെ, അവയെ പ്രായോഗികമാക്കുന്ന പദാർത്ഥങ്ങളെയും അവയുടെ വ്യൂഹങ്ങളെയും വിധാനം ചെയ്ത് നാനാതരത്തിൽ ആ മഹാവിഷ്ണു ചമച്ചു. ഒരേ റിക്കിനെ ഞാൻ 2 പ്രാവശ്യം വായിച്ചു പറയായിരുന്നു. നല്ല രസം തോന്നിയത് കൊണ്ടാണ്. വിഷ്ണു കർമാണി പശ്യതാം യഥോ വ്രതാനി പസ്പശേ ഇന്ദ്രസ്യ യുജ്യസഖാ. ഏത് പ്രവൃത്തികൾ കൊണ്ടാണോ, പരിശ്രമം കൊണ്ടാണോ ഭവാന്മാർ അഗ്നിഹോത്രം തുടങ്ങിയ സത്കർമ്മങ്ങൾ സത്യം പറയാനും ന്യായം ചെയ്യാനുമുള്ള സിദ്ധികൾ പ്രാപ്തമാക്കുന്നത്, പ്രാവർത്തികമാക്കുന്നത്, അനുഷ്ഠിക്കുന്നത്, അതിന് നിദാനമായ കാരണമായ സർവവ്യാപകനായ ഈശ്വരന്റെ, മഹാദേവന്റെ, മഹാവിഷ്ണുവിന്റെ ജഗത്തിന്റെ സൃഷ്ടി, പാലനം, ന്യായം നടത്തിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ കണ്ടുകൊള്ളുക, നല്ലവണ്ണം അറിഞ്ഞുകൊള്ളുക. മഹാവിഷ്ണു പ്രപഞ്ച ചൈതന്യം എങ്ങനെയാണ് ജഗത്തിനെ സൃഷ്ടിച്ചത്, എങ്ങനെയാണ് പാലനം ചെയ്യുന്നത്, എങ്ങനെയാണ് ന്യായ മാർഗത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ കണ്ടുകൊള്ളുക, നല്ലവണ്ണം അറിഞ്ഞുകൊള്ളുക. ആ വിഷ്ണു, ആ മഹാവിഷ്ണു ശ്രേഷ്ഠനായ പുരുഷന്റെ, വിദ്വാന്റെ യജ്ഞശാലയിൽ യോഗ്യകർമ്മത്തിൽ പദാർത്ഥങ്ങളുടെ സംയോഗ വിയോഗാദികൾ ചെയ്യുന്ന കാര്യത്തിൽ സഹായിയാകുന്നു, അനുയോജ്യനായ സുഹൃത്തായിത്തീരുന്നു. മഹാവിഷ്ണു നമ്മുടെ അനുയോജ്യനായ സുഹൃത്താണ്. മഹാവിഷ്ണു സുഹൃത്താണ്. സഖാവാണ്. അതായത് സുഖവും ദുഃഖവും പങ്കുവെക്കുന്ന വ്യക്തിക്ക് പറയുന്ന പേരാണ് സഖാവ്. മിത്രം, സുഹൃത്ത്, അതുപോലെ തന്നെ കൂട്ടുകാരൻ എന്നുള്ളതിനേക്കാളും സഖാവ് എന്ന് പറയുമ്പോൾ സുഖവും ദുഃഖവും തുല്യമായി പങ്കുവെക്കാൻ എക്കാലത്തും കൂടെ ഉണ്ടാകുന്ന ആളുടെ പേരാണ് ശരിക്ക് സഖാവ് എന്നുള്ളത്. തദ് വിഷ്ണോ പരമം പദം സദാ പശ്യന്തി സൂരയാഃ ദിവീവ ചക്ഷുരാതാതം. ഈ ഒരു വരി എല്ലാ പിതൃകർമ്മത്തിലും, പിതൃവാക്കളായിട്ട് ബന്ധമില്ല, ഗുരുവായൂരിലെ പൂജയിലും, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൂജയിലും, പൂർണ്ണത്രൈശ ക്ഷേത്രത്തിലെ പൂജയിലും, കൃഷ്ണ വിഷ്ണു ക്ഷേത്രങ്ങളിലെ പൂജയിലും ഒരു ദിവസം അറിയാവുന്ന പൂജാരിയാണെങ്കിൽ വിഷ്ണോ പരമം പദം സദാ പശ്യന്തി സൂരയാഃ ദിവീവ ചക്ഷുരാതാതം എന്ന മന്ത്രം കുറഞ്ഞതൊരു 25 പ്രാവശ്യമെങ്കിലും ചൊല്ലും. വേദമറിയണമെന്നില്ല, പൂജ അറിയാവുന്നവര് ഇത് ചൊല്ലും. അത്ര പ്രധാനപ്പെട്ട ഒരു മന്ത്രമാണ്. 1-ാമത്തെ മണ്ഡലത്തിലെ 22-ാമത്തെ സൂക്തത്തിലെ 20-ാമത്തെ റിക്ക്. വിജ്ഞാനം സ്വായത്തമാക്കിയ വിദ്വാൻമാരെ, ധാർമ്മിക മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവരെ, ഗവേഷണം ചെയ്യുന്ന സജ്ജനങ്ങളെ, പുരുഷാർത്ഥ പന്ഥാവിലൂടെ പോകുവാൻ ആഗ്രഹിക്കുന്നവരെ, സർവവ്യാപകത്വം ആകാശത്തിൽ എപ്രകാരമാണോ അപ്രകാരം സർവവ്യാപിയായിരിക്കുന്ന, മറയ്ക്കപ്പെടാതിരിക്കുന്ന, തുറന്നിരിക്കുന്ന ഈ ജഗതീശ്വരന്റെ, സൂര്യന്റെ, മഹാവിഷ്ണു ചൈതന്യത്തിന്റെ, പ്രപഞ്ചപുരുഷ ചൈതന്യത്തിന്റെ ശ്രേഷ്ഠമായതായ, സർവസാക്ഷിയായതായ, സമസ്ത പ്രകാശകമായ ദൃഷ്ടിവിശേഷം, ആ ഉപരിലോകത്തുള്ള സ്വർഗസ്ഥാനത്തെ അറിയേണ്ട, ആത്മരൂപത്തെ അറിയേണ്ട, സത്യാർത്ഥ പദങ്ങളെ അറിയേണ്ട
എപ്പോഴും വ്യക്തമായി കാണുന്നു, അറിയുന്നു, ഉൾക്കൊള്ളുന്നു, അറിയിക്കുന്നു. ഈ പ്രപഞ്ചത്തെ സാക്ഷി നിർത്തി ധർമ്മബോധമുള്ളവർ വ്യവഹരിക്കുന്നു, കർമ്മങ്ങളിൽ ഏർപ്പെടുന്നു. അങ്ങനെ 10 ഋക്കുകള് കൂടി വായിച്ചു. നല്ല ഒരു മന്ത്രമാണ്. തദ് വിഷ്ണോ പരമം. അതിന്റെ മുമ്പിലത്തെ മന്ത്രം അത്. വിഷ്ണോ കർമാണി പശ്യാതോ വ്രതാനി ഭസ്മശേ ഇന്ദ്രസ്യ യോജ്യസകാ തദ് വിഷ്ണോ പരമം പദം സദാ പശ്യന്തി സൂരയാ ദിവീവ ചക്ഷുരാദാതം. ഇത്രയുമാണ് നമ്മൾ ഇല്ല. ഇനിയുണ്ട് ഒരെണ്ണം കൂടി വായിച്ചേക്കാം. അപ്പൊ പിന്നെ ഈ ഇത് തീരും. എന്താ പറയാ, ഈ സൂക്തം തീരും അവസാനം. തദ് വിപ്രാസോ വിപന്യവോ ജാഗൃവാം സസമിം ദദേ വിഷ്ണോര്യത് പരമം പദം. വിഷ്ണോര്യത് പരമം പദം. ധാരാളം വ്യക്തികൾ സോഷ്യൽ മീഡിയയിൽ എഴുതാറുണ്ട്, എൻ്റെ അമ്മ, എൻ്റെ അമ്മൂമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ അപ്പൂപ്പൻ വിഷ്ണുപദം പ്രാപിച്ചു. അതാണ് വിഷ്ണോര്യത് പരമം പദം. സർവവ്യാപകനായ ജഗദീശ്വരന്റെ, സർവവ്യാപകനായ വിഷ്ണു ഭഗവാന്റെ ഏതൊരു ഉത്തമ ദീപ്തിയോടുകൂടിയ സ്ഥാനമുണ്ടോ, ഉത്തമത്തിലും ഉത്തമമായ ആ സ്ഥാനമുണ്ടോ, ആ സ്ഥാനത്തെ, ആ പരമമായ ഇരിപ്പിടത്തെ നാനാതരത്തിൽ ജഗദീശ്വരനെ പ്രശംസിക്കുന്നവരായ, വേദസ്തോത്രങ്ങൾ വിശിഷ്ട രീതിയിൽ ചൊല്ലുന്നവരായ, വേദസ്തോത്രങ്ങൾ വിശിഷ്ട രീതിയിൽ ചൊല്ലുന്നവരായ, സത്കർമാനുഷ്ഠാനങ്ങളിൽ ജാഗരൂകരായിരിക്കുന്നവരായ, പിഴവ് കൂടാതെ ശബ്ദസ്വരൂപം ഉൾക്കൊള്ളുന്നവരിൽ സമർത്ഥരായ, ശബ്ദതത്വത്തിന്റെ ജ്ഞാനമുള്ളവരായ വിദ്വാൻമാർ, ധർമ്മബോധമുള്ളവർ, വിദ്വാൻമാരിൽ തന്നെ പ്രധാനികൾ, സജ്ജനങ്ങളിൽ മുമ്പർ വേണ്ട പോലെ പ്രകാശമുള്ളതാക്കുന്നു, അറിവിന് വിധേയമാക്കുന്നു. വിദ്വാൻമാരും ശ്രേഷ്ഠന്മാരും പണ്ഡിതന്മാരും ആ മഹാവിഷ്ണുവിനെ സത്കർമാനുഷ്ഠാനങ്ങളിലെല്ലാം ജാഗരൂകരായിരിക്കുന്നവരായ, പിഴവ് കൂടാതെ ശബ്ദസ്വരൂപം ഉൾക്കൊള്ളുന്നവരായി സമർത്ഥരായ പണ്ഡിതർ, ശബ്ദതത്വത്തിന്റെ ജ്ഞാനമുള്ളവരായ വിദ്വാൻമാർ, വിദ്വാൻമാരിലും പ്രധാനികൾ, സജ്ജനങ്ങളിലും മുന്നിൽ നിൽക്കുന്നവർ വേണ്ട പോലെ പ്രകാശമുള്ളതാക്കുന്നു, അറിവിന് വിധേയമാക്കുന്നു, അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്നു. നല്ല വരികളാണല്ലേ? വളരെ സന്തോഷം തോന്നി. അപ്പൊ ആ സൂക്തം കഴിഞ്ഞു. നാളെ 23ാമത്തെ സൂക്തമാണ്. എല്ലാവർക്കും സുപ്രഭാത വന്ദനം. നന്മ വരട്ടെ. കഴിയുന്നത്രയും ഈ രാഷ്ട്രത്തിന് വേണ്ടി ചിന്തിക്കുക, പ്രവർത്തിക്കുക. 24 മണിക്കൂറുമല്ല, സമയം കിട്ടുമ്പോഴെല്ലാം, സമയം കിട്ടുന്നവർക്ക് സാധിക്കുന്നത്ര രീതിയിൽ, സാധിക്കുന്നത് പോലെ ധർമാചാര്യരുടെ ഉപദേശങ്ങളും നന്മകളും ആവശ്യത്തിന് 21ാം നൂറ്റാണ്ടിൽ യോജിക്കുന്ന വിധത്തിൽ സ്വീകരിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. പ്രണാമം. നമസ്കാരം.